പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു. പ്രൈസ് ലോർഡ്. ഇവിടെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി, പക്ഷെ രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ തുറന്നു. സ്തോത്രം. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിക്കാൻ ശമൂവേൽ ശങ്കിച്ചു. അങ്ങനെയെങ്കിൽ രാവിലെ സമയത്ത് അവൻ വാതിൽ തുറന്നു, അവൻ ദർശനം കണ്ടവനായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവീയ ദർശനം പ്രാപിച്ചവൻ രാവിലെ വാതിൽ തുറക്കും, രാവിലെ ദൈവത്തെ ആരാധിക്കും, രാവിലെ നിലവിളിക്കും, രാവിലെ പ്രാർത്ഥിക്കും, രാവിലെ ഒരുക്കി കാത്തിരുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളതെല്ലാം പ്രാപിച്ചെടുക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം നാമും ഹല്ലേലൂയ ദൈവീയ ദർശനത്താൽ നിറഞ്ഞവരായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ആ 2 ശമൂവേൽ 24:11 ഇവിടെ ദാവീദ് ശമൂവേൽ മാത്രമല്ല, നമുക്ക് 2 ശമൂവേലിന്റെ 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്. പ്രൈസ് ലോർഡ്. ഇവിടെ രാവിലെ ദാവീദ് എഴുന്നേറ്റപ്പോൾ ദാവീദിന് ഒരു അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാടുണ്ടായി. പ്രൈസ് ലോർഡ്. ഇപ്പൊ രാവിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാവീദ് രാവിലെ എഴുന്നേറ്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം, രാവിലെ അവന് യഹോവയുടെ അരുളപ്പാട് അല്ലെങ്കിൽ കേൾക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ദൈവം അവനിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ രാവിലെ സമയം ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് വാൽക്കാലം നീ കേൾക്കണം. ഈ രാവിലെ സമയം നീ ഒരുക്കി കാത്തിരിക്കണം. അല്ലെങ്കിൽ ഈ രാവിലെ സമയം നീ വാതിൽ തുറക്കണം, ഹൃദയത്തിന്റെ വാതിൽ സ്വർഗത്തിലേക്ക് തുറക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീനൊക്കെ ചില ദർശനങ്ങൾ ലഭിപ്പാൻ തൊക്കണം ഇവിടെയായി തീരും. സ്തോത്രം. മാത്രമല്ല ദാവീദ് അവനും ഈ ശമൂവേൽ ബാലൻ അവൻ ചെറുപ്പം മുതലേ രാവിലെ എഴുന്നേറ്റ് വാതിൽ ഉറക്കുന്നവനായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 17:6 വായിക്കാം. രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. നിന്ന് അവൻ കുടിക്കും. ഇവിടെ ഏലിയാവിന് രാവിലെ അപ്പോ ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കാക്ക. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഇത് ആര് മുഖാന്തരം ഈ രാവിലെ കാക്ക അപ്പോ ഇറച്ചി കൊടുക്കുന്നത്? ചുമ്മാതെ കാക്ക എവിടെന്നെങ്കിലും ഇങ്ങനെ കൊത്തിപ്പിറുക്കി വരുന്നതാണോ? അല്ല. യഹോവയാവുന്ന ദൈവം ഏലിയാവിനുള്ളത് കരുതിയിട്ടുണ്ട്. അത് രാവിലെയും വൈകിട്ടും കാക്കയുടെ കയ്യിൽ കൊടുത്തു വിടുകയായിരുന്നു ആഹാരം. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ അന്ന് ആ ദേശം മുഴുവനും ക്ഷാമമായി ആഹാരമില്ലാതെ ജനങ്ങൾ വലഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം തക്ക സമയത്ത് രാവിലെ തന്നെ ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു പോഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പൈതല് നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിന്റെ പ്രതികൂലങ്ങളുടെ കഷ്ടതകളുടെ അവസ്ഥകളില്, ചോദനകളുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളെല്ലാം നിന്നെ പുലർത്തുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി കരുതി വെച്ച ഒരു ദൈവമുണ്ട്. അവൻ രാവിലെ സമയത്ത് മുതൽ നിന്നെ പുലർത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നീ ഒരിക്കലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ചുറ്റുമുള്ളവരെല്ലാവരും ക്ഷാമത്താ വലഞ്ഞപ്പോഴും ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവമാ ഈ പാൽക്കാലം നമ്മുടെ കൂടെയുള്ളത്. അവൻ നമ്മളെ പോഷിപ്പിക്കും, നിന്നെ പുലർത്തും. ഇന്ന് രാവിലെ സമയം നീ ഒരുക്കി ഇന്ന് കാത്തിരിക്കുക. അവൻ നിനക്കായി ഒരുക്കി കാത്തി വെച്ചിട്ടുണ്ട്. അത് രാവിലെ കാക്കയെ കൊണ്ട് നിന്റെ അരിയെ കൊണ്ടുവന്ന് ധരിപ്പിക്കുന്നതാണ് ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം ജീവിക്കുന്നു. പ്രൈസ് ലോർഡ്. ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവീയ നന്മകൾ രാവിലെ സമയം അനുഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ രാവിലെ സമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുക. രാവിലെ സമയത്തുള്ള പ്രാർത്ഥനകളിൽ നമ്മൾക്ക് വേണ്ടി അവൻ വലിയ ദർശനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്, വലിയ പ്രതിഫലങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 92-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. 92:3. ഹല്ലേലൂയ. രാവിലെ തന്റെ ദയയെയും രാത്രിതോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നത് നല്ലത്. രാവിലെ ദയയെയും രാത്രിതോറും ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത് എന്ന് സ്തോത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദയയെ രാവിലെ തോറും വർണ്ണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. രാവിലെ ദൈവത്തിന് നമ്മൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം. 143-ന്റെ 8-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാം.
രാവിലെ നിന്റെ ദൈവം എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാവിലെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും. സ്തോത്രം. മാത്രവുമല്ല ഹല്ലേലൂയ അവൻ്റെ ഉള്ളം ദൈവസന്നിധിയിൽ പകരുവാൻ തക്കവണ്ണം ദൈവം അവന് കൃപ കൊടുക്കും. അപ്പോൾ രാവിലെ സമയം നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവീയ ദർശനം പ്രാപിക്കണം. മുൻപോട്ട് നടക്കേണ്ട വഴികളെ ദൈവം നിനക്ക് കാണിച്ചു തരും. നീ വളഞ്ഞ വഴിയിലൂടെയോ തെറ്റായ വഴിയിലൂടെയോ അല്ലെങ്കിൽ കടന്നു പോകാൻ ദൈവം ഇടവരുത്തുകയില്ല. രാവിലെ ദൈവസന്നിധിയിൽ ഒരുക്കി കാത്തിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നതാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ പ്രാർത്ഥിക്കാത്തവരൊക്കെയാണ് കുറെ കഴിയുമ്പോഴത്തേക്കും ഒരു വഴിയും കാണാതെ ആകപ്പാടെ വഴി തെറ്റി ആടിനെ പോലെ അലഞ്ഞു നടന്ന് ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു വിഷയവും നടക്കുന്നില്ല. നീ രാവിലെ പ്രാർത്ഥിച്ചോ? ഇല്ല, അതിനൊന്നും നേരെയില്ലായിരുന്നു, ആ ടെൻഷനില്ല. പ്രൈസ് ദി ലോർഡ്. രാവിലെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി വഴി കാണിച്ചു തരുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതാ ഇവിടെ സങ്കീർത്തനക്കാരന്മാർ പറയുന്നത്, ദാവീദും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ സമയത്തിന് ദൈവം പ്രവർത്തിപ്പാൻ നിൽക്കണം. ദൈവത്തിന് മനസ്സുണ്ട്. മത്തായി സുവിശേഷത്തിൽ കടന്നു വന്നാൽ അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 21-18. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയേറിയ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രാവിലെ സമയം കർത്താവ് ഹല്ലേലൂയ നടന്നു പോകുമ്പോൾ വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നതിൽ ഇലയല്ലാതെ ഒന്നും കാണാകിയാൽ അല്ലെങ്കിൽ ഇനി നിന്നിലെ ഒരു ഫലവും ഉണ്ടാകാതെ പോട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് വിശന്നിട്ട് അത്തിപ്പഴം പറിക്കാൻ വേണ്ടി അത്തിപ്പഴം പറിച്ച് കഴിക്കാൻ വേണ്ടിയാണ് പഴത്തിൻ്റെ അവിടെ ചെന്നത്. എപ്പോഴാണ്? രാവിലെയാണ് മരത്തിൻ്റെ അടുക്ക് ചെന്നത്. അപ്പോൾ രാവിലെ സമയം ദൈവം നമ്മളുടെ അരികിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ ചില ഫലം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഫലമുള്ള ദൈവമക്കളാ രാവിലെ നിലവിളിച്ചാണെങ്കിലും പ്രാർത്ഥിക്കത്തുള്ളൂ. രാവിലെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഈ കണ്ണീരോടെയും നിലവിളിച്ചൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം നമ്മുടെ അരികിൽ വന്നാൽ നീ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന പൈതലാണോ എന്ന് ദൈവം ഒന്ന് നോക്കും. പ്രൈസ് ദി ലോർഡ്. ഫലം നീ കായ്ക്കാത്ത ദൈവ പൈതലാണെങ്കിൽ, വെറുതെ ദൈവത്തെ വിളിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുന്നതാണെങ്കിൽ, ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത വിശ്വാസിയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം ദൈവത്തിലൊന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. നീ വെറുതെ ഒരു വിശ്വാസിയായിട്ട് ഇരിക്കാതെ ദൈവത്തിന് ഫലം കായ്ക്കുന്ന ഒരു വിശ്വാസിയായി തീരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ മരത്തെ കണ്ടപ്പോൾ, അത്തിവൃക്ഷത്തെ കണ്ടപ്പോൾ അതിനകത്തൊരു ഫലമെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഫലവുമില്ലാത്ത അത്തിവൃക്ഷത്തെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അതുപോലെ ഒരു പ്രയോജനമില്ലാത്ത വിശ്വാസിയെ കൊണ്ട് ദൈവത്തിനും പ്രയോജനമില്ല. സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി ഒന്നും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന് നിന്നെ ആവശ്യമില്ല. ഇവിടെ രാവിലെ കർത്താവ് ഇത് പറഞ്ഞു. സ്തോത്രം. വൈകുന്നേരമായപ്പോൾ എന്ത് സംഭവിച്ചു? മർക്കോസ് 11:20 ഒന്ന് വായിക്കാം. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. സ്തോത്രം. ഈ രാവിലെ സമയത്ത് കർത്താവ് ഇത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വായിക്കുന്നു, സന്ധ്യയാകുമ്പോൾ അവർ നഗരം വിട്ടുപോകും. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. സ്തോത്രം. അപ്പോൾ വീണ്ടും രാവിലെ അവർ നോക്കിയപ്പോൾ ഈ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഓർമ്മ വന്നു, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ റബ്ബി എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. യേശു അവനോട് ഉത്തരം പറഞ്ഞ എന്താണ്? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്, പെട്ടെന്ന് നടന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ദൈവത്തിലുള്ള വിശ്വാസം കളഞ്ഞിട്ട് ഹൃദയം കഠിനപ്പെട്ട് നടക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. കർത്താവ് പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. പ്രാർത്ഥിച്ചാൽ അപ്പം തന്നെ അത്ഭുതം നടക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നടന്നാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ അപ്പം തന്നെ അതുപോലെ നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിനക്ക് ഒരുങ്ങാനോ ഒന്നിനും സാധിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ
ഒരുക്കപ്പെടണം. അതിനുവേണ്ടി ഇന്ന് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് തന്നെ ദൈവമക്കളും ദൈവസഭയും ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. കർത്താവ് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ആരും പോകത്തില്ല. സ്തോത്രം. അപ്പോൾ ഒരുക്കം ആവശ്യമാണ്. ദൈവജനം ഒരുങ്ങുവാൻ വേണ്ടി ദൈവം ചില സമയം അനുവദിച്ചു തരിക. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് എപ്പോഴാണ് ഏറ്റവും സൂട്ടബിൾ സമയമെന്ന് ദൈവത്തിനറിയാം. സൗഖ്യം കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ വിഷയത്തിന് മറുപടി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വിടുതൽ കൊടുക്കണ്ടേ, അതനുസരിച്ച് ദൈവം ചെയ്യും. അപ്പം അതിനു വേണ്ടി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ ധർമ്മം. പ്രൈസ് ലോർഡ്. ജാതികൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കരുത്. ജാതികളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ദൈവമല്ല, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. ഒരു ദൈവത്തോട് എന്നൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് നടന്നില്ലെങ്കിൽ അവർ ആ ദൈവത്തെ അപ്പം തന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ ദൈവത്തിൻ്റെ രീപ്പു. ഞാനങ്ങനെ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതാണ് പറഞ്ഞത്. വിശ്വാസി വരുന്നതിന് മുമ്പ് എനിക്കിഷ്ടം പോലെ ദൈവങ്ങളുണ്ടായിരുന്നു. എവിടെയെങ്കിലും ചെന്നൊരു കാര്യം പറയും, നടന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. സ്തോത്രം. വേറെ ദൈവത്തിൻ്റെ അടുക്ക പോകും. അവിടെ ചെന്നിട്ടും നടന്നില്ലെങ്കിൽ വേറെ ദൈവത്തിൻ്റെ പോകും. പക്ഷേ ഈ സംഭവം ഒരിക്കലും നടക്കത്തുമില്ല. ഞാനിങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ ഒരു കറങ്ങി നടക്കത്ത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. പക്ഷേ ഈ ദൈവം അങ്ങനെ നിന്നെ ചുറ്റിക്കുന്ന ദൈവമല്ല. നീയെ പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ മതി. ദൈവം തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ സമയത്തിന് പ്രാധാന്യമുണ്ട്. രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കി കാത്തിരിക്കുന്നുവെങ്കിൽ രാവിലെ നിന്നൊരു ഫലം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ഫലമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുള്ള പൈതലായിരിക്കുക. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിന്നിൽ നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു രാവിലെ സമയത്താണ് ദൈവജനത്തിന് വേണ്ടി വലിയ പ്രവർത്തിക്കുന്നത്. നമ്മൾ കേട്ടു. അതുപോലെ തന്നെ രാവിലെ ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. രാവിലെ ദൈവത്തോട് തന്റെ ആവശ്യങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റതും അതിരാവിലെ ഉയർത്തെഴുന്നേറ്റു. സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം ഈ രാവിലെ സമയം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിളിച്ചപേക്ഷിച്ചു കൊള്ളുക. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ, നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ, ദിവസം പ്രതി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഞാൻ എൻ്റെ കൈകൾ നിങ്ങളിലേക്ക് മലർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ കൈകളെ മലർത്തുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കരങ്ങളെ, കരം വിശുദ്ധമാണെന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കുക. വിശുദ്ധ കരങ്ങളോടുകൂടെ തന്നെ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. പ്രൈസ് ലോർഡ്.